السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ അത് പാരായണം ചെയ്യാനും അതിൻ്റെ ആശയങ്ങൾ പഠിക്കാനുമാണ് നാം ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഇൽമ കൊണ്ട് സാലിഹായ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ലൈലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തീകരിച്ചത്. അതിനുശേഷം വരുന്ന അമ്മ ജുസ്ഇലെ സൂറത്തുൽ ദുഹയ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക കാലഘട്ടങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഏതാനും ദിവസങ്ങളിൽ നിലക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടിപെടുകയാണ്. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ജുൻദുബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, ഇഷ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖും ലൈലതൈനി ഔ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രോഗം പിടിപെട്ടു. 2-3 ദിവസം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവിടുന്ന് സാധിച്ചില്ല. ഫജാഅത്ത് ഇംറഅത്തുൻ ഫഖാലത്ത്, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു. മുഫസ്സിറുകൾ പറയുന്നത് കാണാം, അത് അബൂലഹബിൻ്റെ ഭാര്യയാണ്, ഉമ്മു ജമീൽ എന്ന് പറയുന്ന അവൻ്റെ ഭാര്യയാണത്. അവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നി ലഅർജു അൻ യകൂന ശൈത്താനുക ഖദ് തറകക, നിന്റെ ഷൈത്താൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഉദ്ദേശിച്ചത് ജിബ്രീലിനെയാണ്. അഥവാ 2-3 ദിവസം ജിബ്രീൽ വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നതൊന്നും പുറമേക്ക് കേൾക്കുന്നില്ല. വലം അറഹു ഖരീബക മുൻദു ലൈലതൈനി ഔ സലാസ, 2-3 ദിവസമായി അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ വൈകിയപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തി, ഖദ് ഉദ്ദിഅ മുഹമ്മദ് ഉപേക്ഷിക്കപ്പെട്ടു, മുഹമ്മദിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല, മുഹമ്മദ് പുതുതായി ഒന്നും നമുക്ക് ഓതുന്നൊന്നുമില്ല. അതുകൊണ്ട് അവർ പരിഹസിച്ചു പറഞ്ഞു, മുഹമ്മദിനെ ഉപേക്ഷിക്കപ്പെട്ടു, മുഹമ്മദിന് ഇനി ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലെ മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല എന്ന ആയത്തടങ്ങുന്ന ഈ സൂറത്ത് പാരായണം ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും.
നോക്കൂ സഹോദരങ്ങളെ, ഈ സൂറത്തിൽ നമ്മൾ അവസാനത്തെ ജുസ്ഇൽ ഒരുപാട് സൂറത്തിൽ കണ്ടതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഖ്ലൂഖാത്തുകളിൽ ചിലതിനെ തൊട്ട് സത്യം ചെയ്യുകയാണ്. വദ്ദുഹ വല്ലൈലി ഇദാ സജ. ദുഹ തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ എന്ന് പറഞ്ഞ് രണ്ട് സത്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നുണ്ട്. എന്താണ് ദുഹ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ മുഫസ്സിറുകൾ രണ്ട് രൂപത്തിൽ ഈ ദുഹ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അവരിൽ ചിലർ പറഞ്ഞു ഹുന ഹുവൻ നഹാറു കുല്ലുഹു. ഇവിടെ ഉദ്ദേശിക്കുന്ന ദുഹ എന്ന് പറയുന്നത് കേവലം ദുഹ സമയത്തെ അല്ല, മറിച്ച് പകല് മുഴുവൻ അത് ഉദ്ദേശിക്കുകയാണ്. അഥവാ പകല് മുഴുവൻ ആ പ്രകാശപൂരിതമാകുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തെ മുഴുവനാണ് ദുഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നൂറുഷംസ്, ദുഹഷംസ് എന്ന് പറഞ്ഞാൽ നൂറുഷംസ്, സൂര്യൻ്റെ വെളിച്ചം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാ പകലിനെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്ത് പറയാം. പിന്നീട് രണ്ടാമത് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് നമുക്കറിയാവുന്ന ദുഹാ സമയമാണ്. അഥവാ സൂര്യൻ ഉദിച്ച് ഏകദേശം നമ്മുടെ കാഴ്ചയിൽ ഒരു കുന്തത്തിൻ്റെ അത്രയും സൂര്യൻ ഉയർന്നു പൊങ്ങിയാൽ, മിനിറ്റുകളിൽ പറയുമ്പോൾ ഏകദേശം 15ഓളം മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് ലുഹറിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെയുള്ള ആ വിശാലമായ ആ സമയത്തിനാണ് ദുഹാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് എന്നാണ്. ഇത് രണ്ടും സാധ്യതയുള്ള തഫ്സീറുകളാണെങ്കിലും ലാഹിറായ ലഫ്ള് അഥവാ ബാഹ്യമായ അതിൻ്റെ വാചകത്തിൽ നിന്നും ദുഹ എന്ന് പറയുന്നത് ഈ ദുഹാ സമയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വിഭാഗം അത് പകല് മുഴുവനാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെ കുറിച്ചാണ് പറയുന്നത്. വല്ലൈലി ഇദാ സജ, രാവ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല പറയുന്നത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് പകലായിരിക്കും, അതുകൊണ്ടാണ് പകലും രാവും എന്ന രൂപത്തിലാണ് അള്ളാഹു തആല പറഞ്ഞത് എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. രണ്ടും പരസ്പര വൈരുദ്ധ്യമുള്ള ഒരു തഫ്സീറല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദുഹാ സമയത്തെ അല്ലെങ്കിൽ പകലിനെ മുഴുവനായിക്കൊണ്ട് തന്നെ സത്യം ചെയ്ത് പറയാണ്. എന്തിനാണ് ഇവിടെ പകലിനെ കൊണ്ട് സത്യം ചെയ്തത്? ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇതിൽ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ സബബുൻ നുസുലായി അഥവാ അവതരണ പശ്ചാത്തലമായി പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിലച്ചു, ഏതാനും ദിവസങ്ങൾ നിലച്ചു എന്നതിനെ ആളുകൾ പരിഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ജവാബ് പറയാണ്, മറുപടി പറയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. മുഹമ്മദെ, നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല? കൈവെടിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ വെറുത്തിട്ടുമില്ല എന്ന മറുപടി പറയുന്നതിന് വേണ്ടി എന്തിനെ? പ്രകാശത്തെ അല്ലെങ്കിൽ ആ ദുഹാ സമയത്തെ സത്യം ചെയ്ത് പറയാം. ഇപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് അത് വഹിയാണ്. വഹി എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് കൽബുകൾക്കുള്ള, പടപ്പുകൾക്കുള്ള പ്രകാശമാണ്. സൂര്യൻ്റെ വെളിച്ചം എപ്രകാരം മനുഷ്യർക്ക് പ്രകാശമായി ഉപകാരമായി തീരുന്നുവോ, അവരുടെ ബാഹ്യമായ ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്നുവോ, അതേപോലെ തന്നെ വഹി അല്ലെങ്കിൽ അതിനേക്കാളേറെ മനുഷ്യന് ഉപകരിക്കുന്ന കാര്യമാണ് വഹി. അതുകൊണ്ട് ആ വഹി നിലക്കുകയോ താങ്കളുടെ പ്രവാചകത്വം എടുത്തുകളയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വഹി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാലം വരെ തുടർത്തുക തന്നെ ചെയ്യും എന്ന കാര്യം പറയുന്നതിന് മുന്നോടിയായി ആ പ്രകാശത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞതാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ദുഹ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ അള്ളാഹു തആല സത്യം ചെയ്യാനുള്ള കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. പിന്നീട് പറഞ്ഞു വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, ഇദാ സജ എന്ന് പറയുമ്പോൾ പരിഭാഷകളിൽ പൊതുവെ അത് ശാന്തമാകുമ്പോൾ എന്നുള്ള അർത്ഥം കാണാം. ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് അവർ അർത്ഥമായി കൊടുത്തിട്ടുള്ളത്. ചിലർ പറഞ്ഞു ഇദാ സജ എന്ന് പറഞ്ഞാൽ ഇദാ അദ്ലമ, അത് ഇരുട്ടടഞ്ഞാൽ, ഇരുളിയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. രാത്രി തന്നെയാണ് സത്യം, അത് ഇരുളടഞ്ഞാൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു ഇദാ അഖ്ബൽ, രാത്രിയിലേക്ക് മുന്നിട്ടാൽ എന്നർത്ഥമാണ്. വേറെ ചിലർ പറഞ്ഞു ഇദാ അദ്ബർ, രാത്രിയിൽ നിന്നും പിന്നിട്ടാൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇദാ ഗത്തൽ മഖ്ലൂഖാതി ഫസകനത്തിൽ മഖ്ലൂഖാത്ത്, മഖ്ലൂഖാത്തുകളെ, പടപ്പുകളെ മുഴുവനും രാത്രി എന്ത് ചെയ്യാണ്? അത് മറക്കുകയാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ് പല സൂറത്തിലും. ഫസകനത്തിൽ മഖ്ലൂഖാത്ത്, അങ്ങനെ പടപ്പുകൾക്കൊക്കെ ശാന്തതയും സമാധാനവും ലഭിക്കുകയാണ്. അല്ലെ, നമ്മൾ ആ രാവിനെ കുറിച്ച് ഒരുപാട് കഴിഞ്ഞ ഷംസിലും അതേപോലെ തന്നെ ലെയിലിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തമാണ് രാവെന്ന് പറയുന്നത്. കാരണം പടപ്പുകൾക്ക് സമാധാനത്തോടുകൂടി വിശ്രമ ജീവിതം, സൗകര്യപൂർവ്വം അവർക്ക് വിശ്രമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണ് രാവെന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെയും തൊട്ട് സത്യം ചെയ്യാൻ വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം, അതിരുളടയുമ്പോൾ അല്ലെങ്കിൽ അത് ശാന്തമാകുമ്പോൾ എന്ന അർത്ഥത്തിന്
സഹോദരങ്ങൾ, അതെല്ലാം യോജിക്കുന്ന അർത്ഥം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് ഇവർക്കുള്ള മുശ്രിക്കുകളുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയുന്നത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? മാ വദ്ദഅക റബ്ബുക വമാ ഖല. മാ വദ്ദഅക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൈവിട്ടിട്ടില്ല, അല്ലാഹു തആല നിന്നെ കൈവിടിഞ്ഞിട്ടില്ല. വമാ ഖല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വെറുത്തിട്ടുമില്ല എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവർ അങ്ങനെയാണ് പറഞ്ഞത്, ഇനി നിനക്കാരുമില്ല, നിന്റെ അടുക്കൽ വന്ന് ജിബ്രീലിനെ അവർ പിശാച് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇനി വരികയില്ല, നിന്റെ അടുക്കലേക്ക് വരികയില്ല, നിന്റെ വഹിയൊക്കെ നിലച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം ആക്ഷേപങ്ങൾ പലപ്പോഴും പ്രയാസമുണ്ടാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേരം വഹിയിലൂടെ അവിടുത്തെ മനസ്സിന് സമാധാനവും ശാന്തിയും നൽകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, വമാ ഖല, നിന്നെ വെറുത്തിട്ടുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, ഈ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുമ്പോൾ എപ്പോഴും നമുക്ക് ആശ്വാസമാകേണ്ട വാക്ക് ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ ആ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്ന ആളുകൾക്കൊക്കെയുള്ള ആശ്വാസവാക്കാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. റബ്ബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നീ ഉണ്ടോ, അല്ലാഹു നിന്നെ കൈവിടുകയില്ല. വമാ ഖല, അല്ലാഹു വെറുക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ കൈവിടുകയില്ല, അള്ളാഹു വെറുക്കുകയുമില്ല. ഇതെല്ലാവർക്കുമുള്ള ആശ്വാസവാചകമാണ്. അല്ലെ, ചില സാഹചര്യങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. എന്താണ്, നമുക്കിനി ദാവത്ത് നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദീനിൻ്റെ പല കാര്യങ്ങളും ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ചില പ്രയാസങ്ങൾ ഉണ്ടാകും, ചില തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടുകയില്ല. അള്ളാഹു തആല നമ്മുടെ പരിശ്രമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയുകയില്ല. അള്ളാഹു നമ്മെ വെറുക്കുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്നാണ്. ആഖിറത്താണ് നിനക്ക് ഇവിടെയുള്ള ദുന്യാവിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് സഹോദരങ്ങളെ, ഇതിന് നൽകപ്പെട്ട ഒരു തഫ്സീറിൽപ്പെട്ടതാണ്. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നുള്ളതിന് രണ്ട് തഫ്സീറുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി വരാനുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള കാലഘട്ടത്തെക്കാളും ഖൈറുള്ള കാലഘട്ടം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് ആദ്യം വളരെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. മക്കയിൽ ഉണ്ടാകുമ്പോൾ 4 ആളുകളോട് ഉച്ചത്തിൽ പറയാൻ പോലും, ഈ ദീൻ ഉറക്കെ പറയാൻ പോലും പ്രയാസമുള്ള കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് ആരാരുമില്ലാത്ത അവസ്ഥകൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? ഈ ദീനുൽ ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായികളാക്കി അല്ലാഹു തആല ഒരുപാട് ആളുകളെ ആക്കി തീർക്കുകയും ചെയ്തു. പിന്നീട് മദീനയിലേക്ക് എത്തിയപ്പോൾ ദീൻ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ദീനുൽ ഇസ്ലാം ലോകമെമ്പാടും പ്രചരിക്കുകയൊക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മക്കം ഫത്ഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല, മക്കയുടെ അധികാരം, മക്കക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് നൽകുകയുണ്ടായി. മക്ക വിജയം സംഭവിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ നിലക്കും നേരത്തെ ഉണ്ടായതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാണ്? അല്ലാഹു തആല ഖൈറുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് ഖൈറുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു, അവിടുന്ന് പറഞ്ഞതായി, ഉരിദ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹുവ മഫ്തൂഹുൻ അലാ ഉമ്മത്തിഹി കൻസ ഫസുറ ബിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിന് എന്തൊക്കെയാണ് ഇനി വലിയ സമ്പാദ്യങ്ങളും വലിയ നേട്ടങ്ങളും ഭാവിയിൽ വരിക, എന്തൊക്കെ ഫത്ഹുകളാണ് വരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഫസുർ ബിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷിച്ചു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാം എത്തിയിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിന്നീട് ഖലീഫമാരുടെ കാലഘട്ടത്തിലാണ് കൂടുതൽ വികാസം സംഭവിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ കുറച്ച് വിശാലമായി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ കുറേ കൂടെ വിശാലമായി, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വലിയ നേട്ടങ്ങൾ, വലിയ എത്തിപ്പിടിക്കാൻ മുസ്ലിമീങ്ങൾക്ക് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്ന സംഭവങ്ങളുണ്ടായി. അങ്ങനെ ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന കാലഘട്ടങ്ങൾ
ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുകയുണ്ടായി. അപ്പം അതൊക്കെ വലിയ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അതൊക്കെ കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ അവിടുന്ന് സന്തോഷിക്കുകയുണ്ടായി എന്നാണ്. എൻ സഹോദരങ്ങളെ, ഇത് ദുനിയാവിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ വലിയ ഖൈറുകൾ നൽകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. നബിയെ, താങ്കൾക്ക് ആഖിറത്തിലുള്ളതാണ് ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാന്തനപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ അതങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് ദുനിയാവിന് അത്ര വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. അവിടുത്തെ പറഞ്ഞത് മാലി വലിദ് ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ല കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹ. ഞാനിതൊരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരുപാട് യാത്ര ചെയ്തപ്പോൾ വിശ്രമത്തിന് വേണ്ടി ഒരു മരത്തണൽ തേടി ഞാൻ അവിടെ വിശ്രമിച്ചതാണ്. എന്നിട്ടോ സുമ്മ റാഹ വതറകഹ, പിന്നീട് ആ യാത്രക്കാരന് യാത്ര തുടരേണ്ടതുണ്ട്. ആ യാത്ര തുടരാൻ അവിടുന്ന് എന്ത് ചെയ്യും? പിന്നീട് പുറപ്പെട്ടു പോകും. അതേപോലെ തന്നെ ഒരു യാത്രയുടെ ഇടയിലുള്ള ഇടത്താവളം മാത്രമാണ് ദുനിയാവെന്ന് പറയുന്നത്. ഇവിടെ എന്നേക്കുമായി വന്നതല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചത് അന്നേക്കുള്ള ഭക്ഷണം അതെനിക്ക് മതി എന്നുള്ളതാണ്. അന്നേക്കുള്ള ഭക്ഷണം നൽകിയാൽ മതി. അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ അധികാരങ്ങൾ ആഗ്രഹിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് വലിയ അധികാരമുള്ള ധനമുള്ള ഒരാളായി തീരണമോ, അതല്ല അള്ളാഹുവിൻ്റെ അടിമയായി, നന്ദിയുള്ള അടിമയായി തീരണമോ ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമയായി തീരാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നതിന് രണ്ടാമത്തെ തഫ്സീർ പറഞ്ഞത് ആഖിറത്താണ് നിനക്ക് ഇതിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർണം മുഴുവനും നൽകിയാൽ, ലോകത്തുള്ള സമ്പാദ്യം മുഴുവൻ നൽകിയാലും അവിടത്തേക്ക് അത് വലിയ തൃപ്തിയുള്ള കാര്യമല്ല. കാരണം അവിടുന്ന് അള്ളാഹു തആലയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹമായി കൊണ്ടു നടന്നത്. അവിടുന്ന് വലിയ സമ്പത്തോ വലിയ അധികാരമോ ഒന്നും തന്നെ മോഹിച്ചിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അത് മുറുകെ പിടിക്കാൻ അവിടുന്ന് അവസാനം വരെയും കാണിക്കുകയും പരിശ്രമിക്കുകയും ആളുകളെ, സ്വഹാബികളെ, മുസ്ലിം ഉമ്മത്തിനെ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദുനിയാവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ നിലക്ക് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞാൽ പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. വലസൗഫ യുഅ്തീക, വഴിയെ നിന്റെ റബ്ബ് നിനക്ക് നൽകുന്നതാണ്. ഫതർള, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. ഫതർള, അങ്ങനെ നിനക്ക് അതിൽ തൃപ്തി ഉണ്ടാകുന്നതാണ്, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറയാണ് അത് ദുന്യവിയായ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അത് നൽകും എന്നൊരു ഉദ്ദേശം അതിനുണ്ട്. അല്ലാതെ നൽകിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പിന്നീട് നൽകിയിട്ടുണ്ട്. മക്കം ഫത്ഹും ഇതൊക്കെ അതിലുള്ള ഉദാഹരണമാണ്. അതേപോലെ അൻസാരികളായ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചതും മറ്റുമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, നിനക്ക് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നൽകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് പരലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം മഖാമുൻ മഹ്മൂദ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ നേട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നേട്ടം അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ ആരംഭിക്കാൻ വേണ്ടി പറയുവാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് സാധിക്കുന്നത്. അതാണ് മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്നത്. അതേപോലെ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് നൽകുന്ന എല്ലാ നേട്ടങ്ങളും അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, നിന്റെ റബ്ബ് നിനക്ക് നൽകുകയും നീ അങ്ങനെ തൃപ്തിപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞത് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം ഇത്തരത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയുകയില്ല. കാരണം ഇതിൻ്റെ തഫ്സീറായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള എന്ന ആയത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഅതാഹു അല്ലാഹു ഫിൽ ജന്നതി അൽഫ് ഖിസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് 10 ലക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമെന്നാണ്. ഫി കുല്ലി ഖിസ്റിൻ മാ യൻബഗി ലഹു മിനൽ അസ്വാജ് വൽ ഖിദ്ം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടതുപോലെ ഒരുപാട് ഇണകളെയും അതേപോലെ സേവകരെയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഖൈറുകൾ ദുനിയാവിലേക്ക് പരലോകത്ത്
അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകും എന്നതും ഇതിൻ്റെ തഫ്സീറായിട്ട് പറയാൻ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, വഴിയെ നിന്റെ റബ്ബ് നിനക്കുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്, അങ്ങനെ നീ തൃപ്തിപ്പെടുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ ആ ആയത്തിൽ പറയുന്നത്. പിന്നീട് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് എന്താണ്? ഇതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് നൽകിയിട്ടുണ്ട്, ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു ഫായിദ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു ഫായിദയുണ്ട്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, നിന്റെ റബ്ബ് നിനക്ക് നൽകും, അങ്ങനെ നീ തൃപ്തിപ്പെടുമെന്ന് ആയത്തിന് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ് ദുർവ്യാഖ്യാനിക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയേ ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഉമ്മത്ത് ശിക്ഷിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. ഉമ്മത്തിനെ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിയുള്ള കാര്യമായിരിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ശിക്ഷിക്കപ്പെടുകയില്ല. അവർ പറഞ്ഞൊരു വാദം അതാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലായിരിക്കും. കാരണം അവരെ ശിക്ഷിക്കുക, അവർ നരകത്തിൽ പോകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു ആകട്ടെ പറയുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക്, നിന്റെ റബ്ബ് വഴിയെ നിനക്ക് അനുഗ്രഹങ്ങൾ നൽകും, ഫതർദ, അങ്ങനെ നീ തൃപ്തിപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണെന്ന് പറയാൻ പാടില്ല. അതേപോലെ മുസ്ലിം ഉമ്മത്ത് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല പോലെയുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ ചിലർ പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന ആളുകൾക്ക് തന്നെ അതിൻ്റെ ഒരുപാട്, ഇസ്ലാമിൽ ഒരു ആയത്ത് അത് മറ്റ് ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടുമാണ് വിശദീകരിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഒരുപാട് ശിക്ഷകൾ ലഭിക്കുന്നതായിട്ട് ഇസ്രാ മിഅ്റാജ് രാവിൽ കണ്ട കാര്യം നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അഥവാ അവരെ ആരും ശിക്ഷിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്നുള്ളത് അവിടുത്തെ നാവ് കൊണ്ട് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് തൃപ്തിപ്പെടുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്കുമിനോട്, അള്ളാഹുവിൻ്റെ വിധിയോട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൃപ്തി കാണിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നരകം അള്ളാഹു തആല നിശ്ചയിക്കുക എന്നുള്ളത്, നരകത്തിലിട്ട് അവരെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. അതേപോലെ തന്നെ പാപികൾ അവരുടെ പാപങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് മഗ്ഫിറത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, പുറത്തു കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നീതിയുടെ താല്പര്യമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹുവിൻ്റെ ഹുക്കുമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്യില്ല, വെറുക്കുകയില്ല, അല്ലെങ്കിൽ അതിനോട് അതൃപ്തി കാണിക്കുകയില്ല. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം ഒരിക്കലും ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടില്ല എന്നല്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയാം. അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങൾ പറയാം. എന്നിട്ട് അവിടുന്ന് കരയുകയാണ്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശേഷക്കാരായ ഉമ്മത്ത് ഒരുപാട് ആളുകൾ പേച്ചുപോയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്തിൽ ശേഷമുണ്ടായിരുന്ന ഇന്നത്തെ യഹൂദികൾ അവരൊക്കെ പേച്ചുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. അങ്ങനെ കരയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസായി അള്ളാഹു തആല ജിബ്രീലിനോട് പറയാൻ, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, ജിബ്രീലെ നീ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് പോകണം. വറബ്ബുക അഅലമു ബിഹി, റബ്ബിനറിയാം എന്താണ് മുഹമ്മദിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഫസൽഹു മാ യുബ്കി, പക്ഷെ നീ ചോദിക്കണം, മുഹമ്മദെ നിന്നെ കരയിച്ചത് എന്താണ് എന്ന് ചോദിക്കണം. ഫഅതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫസഅലഹ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ചോദിക്കുകയും ചെയ്തു. ഫഅഖ്ബറഹു ബിമാ കാൻ, അങ്ങനെ കാര്യം അവിടുന്ന് പറഞ്ഞു. വഖാല അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവിൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് അവന് വിഷമിക്കുകയാണ്. ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത ഹിദായത്തിൽ നിന്നുമൊക്കെ തെറ്റിപ്പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവിടുന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞു, ഫഖാൽ അല്ലാഹ് യാ ജിബ്രീൽ, ഓ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, നീ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് പോകുക. വഖുൽ ഇന്നാ സനുർദീക ഫീ ഉമ്മതിക വലാ നസൂക്, ഓ നബിയെ താങ്കളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തൃപ്തിപ്പെടുത്തുന്നതാണ്. വലാ നസൂക്, താങ്കളെ വിഷമത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, നിന്റെ റബ്ബ് നിനക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും നീ പിന്നീട് തൃപ്തിപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്
ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധി ഒരു വിഷയത്തിലുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളതല്ല, അവിടുന്ന് തൃപ്തിപ്പെടുന്നതായിരിക്കും. അള്ളാഹു തആല ഇന്ന ആളുകളെ, അത് അവിടുത്തെ ഉപ്പയെക്കാളും, അവിടുത്തെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ, അവിടത്തേക്ക് എല്ലാവിധ സംവിധാനങ്ങളും അവിടത്തേക്ക് എല്ലാവിധ രൂപത്തിലുള്ള കഫാലത്തും ഏറ്റെടുത്തിട്ടുള്ള അബൂ ജഹലാകട്ടെ, അബൂ താലിബാകട്ടെ, ആരാകട്ടെ, അവരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, അതിൽ അതൃപ്തി കാണിക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിയോടുകൂടി അല്ലാതെ ഒന്നും ചെയ്യുകയില്ല. അള്ളാഹു തആല അടിമകളോട് ഒരിറ്റി അനീതി ചെയ്യുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, കാരുണ്യം എല്ലാത്തിലും അതിജയിച്ചിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നമുക്ക് റബ്ബിനോട് ഒരിക്കലും അതൃപ്തി ഉണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു തആല ഒരിറ്റ അനീതി ഒരാളോടും ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അതൃപ്തി കാണിക്കുക? ഒരിക്കലും അവിടുന്ന് കാണിക്കുകയില്ല, ഒരിക്കലും അവിടുന്ന് കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തോ നാം ഈ കേട്ട ഹദീസുകളോ ഒന്നും തന്നെ ഒരിക്കലും അറിയിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആരും നരകത്തിലേക്ക് പോവുകയില്ല എന്നോ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ആളുകളൊക്കെ നരകത്തിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും അതേപോലെ തന്നെ പിതൃവ്യനുമൊക്കെ അബൂ താലിബൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞത് അത് ശരിയല്ലെന്നോ ഒരിക്കലും അർത്ഥമാക്കുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഈ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ആ കാര്യങ്ങൾ ഓരോന്ന് എടുത്തു പറയാൻ. അലം യജിദിക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ? ഒന്ന്, അലം യജിദിക യതീമൻ, നിന്നെ അവനൊരു അനാഥനായി കണ്ടെത്തുകയും ഫആവ, എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് ജനിച്ചത്. അവിടുന്ന് ജനിക്കുന്ന സമയത്ത് അവിടുത്തെ ഉപ്പയുണ്ടായിരുന്നില്ല. കാരണം ഉമ്മ ഗർഭം ധരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെടുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സ് ആകുമ്പോഴേക്കും അവിടുത്തെ മാതാവ് ആമിന മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സാകുമ്പോഴേക്കും ഉപ്പയുമില്ല ഉമ്മയുമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ കൈവെടിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭദ്രമായ കരങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുന്നു. അബ്ദുൽ മുത്തലിബ് ആകട്ടെ സഈം ഖുറൈശാൻ, ഖുറൈശികളിലെ നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. ചരിത്രകാരന്മാർ പറയുന്നത് കാണാം, അബ്ദുൽ മുത്തലിബിന് കാബയുടെ അടുക്കൽ ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പിൽ ഒരാൾ പോലും കയറിയിരിക്കുകയില്ല. കാരണം അത്ര വലിയ സ്ഥാനമാണ് അബ്ദുൽ മുത്തലിബിന്, അത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ അവിടെ പോയി ഇരിക്കുമായിരുന്നു. ആളുകളൊക്കെ തടയാൻ നോക്കും, അവിടെ ഇരിക്കാൻ പാടില്ല, കാരണം വലിയ നേതാവായി കാണുന്ന ആളാണ് അബ്ദുൽ മുത്തലിബ്. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറയും, എൻ്റെ കുട്ടിയെ വിടൂ, അവൻ അവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്കും അവിടുത്തെ ഉപ്പയുടെ ഉപ്പ ആദരിക്കുമായിരുന്നു കാണാൻ സാധിക്കും. അബ്ദുള്ളയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ് എന്നുള്ളത്. അങ്ങനെ ആദരിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അനാഥനാണെന്ന് അറിയിക്കാത്ത രൂപത്തിൽ വളർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടുത്തെ 8ാമത്തെ വയസ്സാകുമ്പോഴേക്കും അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു പോവുകയാണ്. അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു പോയി. അപ്പോഴും അവിടുന്ന് ചെറുതാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല, യതീം തന്നെയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവിടുത്തെ കഫാലത്ത്, അവിടുത്തെ നോട്ടം ഏൽപ്പിക്കുന്നത് ആരെയാണ്? അബൂ താലിബിനെയാണ്. അബൂ താലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര മനോഹരമായിട്ടാണ് നോക്കിയത് എന്നുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സ്വന്തം മക്കളെ, അലിയെയും പോലെയുള്ള മക്കളെയും ഒക്കെ നോക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട്, വളരെ നന്നായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്നു. എത്രത്തോളം അവിടുന്ന് എവിടുന്നെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ തന്നെ മക്കളെ കൂട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടും. അങ്ങനെ ഒരുമിച്ച് ചേർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യത്തെ എടുത്തു പറയാണ്. അലം യജിദ്ക യതീമൻ, ഓ നബിയെ മുഹമ്മദ്, നീ യതീമായിരുന്നു, ഫആവ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് നിനക്ക് ആശ്രയം നൽകി. ഒരു യതീമിന് അനുഭവിക്കേണ്ടതായ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടില്ലല്ലോ എന്ന് സഹോദരങ്ങളെ പറയാൻ. ഇവിടെ പണ്ഡിതന്മാർ ഇതിൻ്റെ ഭാഷാപരമായ ഒരു ഫായദ കൂടി പറയുന്നുണ്ട്. അലം യജിദ്ക യതീമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ യതീമായി കണ്ടു, ഫആവാക, എന്നിട്ട് നിനക്ക് ആശ്രയം നൽകി എന്നായിരുന്നു ഭാഷാപരമായി പൊതുവെ പറയേണ്ടത്. പക്ഷെ ഫആവ
എന്ന് മാത്രം പറഞ്ഞതിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല അല്ലാഹു തആല ആശ്രയം നൽകിയിട്ടുള്ളത് എന്നാണ്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഈ ഉമ്മത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ദുആഫാക്കളെ, ദുർബലന്മാരെയൊക്കെ ഈ ശരീഅത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്രയം നൽകി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ അതിൻ്റെ ഭാഷാപരമായ ഒരു രഹസ്യം അത് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നീട് അല്ലാഹു തആല പറഞ്ഞത് വവജദക ളാല്ലൻ ഫഹദ, അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നിഅമത്ത് വവജദക ളാല്ലൻ ഫഹദ, നബിയെ താങ്കളെ വഴിയറിയാത്തവനായി ഞാൻ കണ്ടെത്തുകയും ഫഹദ എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങൾ, ളാൽ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ളാൽ എന്ന് പറഞ്ഞാൽ വഴികേടിലായവൻ എന്നർത്ഥമുണ്ട്. പക്ഷേ അവിടെ ആ ളാല് മസ്മൂമായ ആക്ഷേപാർഹമായ ളലാലത്തുണ്ട്, അതേപോലെ തന്നെ ഗൈറു മസ്മൂം ആക്ഷേപാർഹനല്ലാത്തതായ ളലാലത്തുമുണ്ട്. എന്താണ് ആക്ഷേപാർഹനായ ളലാലത്ത് എന്ന് പറയുന്നത്? ഒരാൾക്ക് ഹിദായത്ത് മനസ്സിലായിട്ടും അയാൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആക്ഷേപാർഹനായ ളലാലത്താണ്. അന്നയാൾ ളലാലത്തിലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആക്ഷേപാർഹമല്ലാത്തതായ ളലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹക്ക് അന്വേഷിക്കുന്നുണ്ട്, അയാൾക്ക് ഹക്കിന് താല്പര്യമുണ്ട്, പക്ഷെ അയാളുടെ ഹക്ക് എത്തിയിട്ടില്ല, സത്യം എത്തിയിട്ടില്ല, അയാളുടെ കയ്യിൽ സത്യം എത്തിയിട്ടില്ല, യഥാർത്ഥ വഴി ഏതാണെന്നുള്ളത് അയാൾക്ക് എത്തിയിട്ടേ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അവരെപ്പോഴും ഹക്ക്, ഏറ്റവും നല്ലത്, ഏറ്റവും ശരിയായത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ നിലവിൽ അവർ വഴികേടിൽ തന്നെയാണ്, ഹിദായത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ആ നിലക്ക് അവർ ആക്ഷേപാർഹരല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഹക്ക് എത്തിയിട്ടില്ല. പിന്നും ലോകത്ത് എവിടെയെങ്കിലൊക്കെ ഒരു മനുഷ്യൻ അയാൾക്ക് ഈ ദീനിനെ കുറിച്ച് അറിയില്ല, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച്, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് അറിയില്ല, ആരെ ആരാധിക്കണം, ആരോട് പ്രാർത്ഥിക്കണം എന്നതൊന്നും അറിയില്ല. അങ്ങനെ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് പരീക്ഷണമുണ്ട് എന്നാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേറെ പരീക്ഷണം നൽകുന്നുണ്ട്. കാരണം അല്ലാഹു തആല ഈ ദീൻ ഒരാൾക്ക് എത്തിച്ചിട്ടല്ലാതെ അവരെ ശിക്ഷിക്കുകയില്ല. ഈ ദീൻ എത്തിക്കുന്നതായിരിക്കും ഏത് വിധേനയും. ഇന്ന് പല വിധേന ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വവജദക ളാല്ലൻ എന്ന് പറഞ്ഞാൽ ഒരു മഅസിയത്ത് ചെയ്യുന്നവൻ എന്നല്ല, നഊദു ബില്ലാഹ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ തദ്രി മൽ കിതാബു വലൽ ഈമാൻ, നിനക്ക് എന്താണ് കിതാബ്, എന്താണ് ഈമാൻ എന്നറിയുമായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനിച്ചിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നബിമാർ ബാക്കിയായ ഒരു കുടുംബത്തിലല്ല. മറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ മക്കയിൽ നബിമാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നബിമാരുണ്ടായിരുന്നത് ദിമഷ്കിലും മറ്റുമൊക്കെയാണ്, മറ്റു പല പ്രദേശങ്ങളിലാണ് നബിമാരുണ്ടായിരുന്നത്. അവിടെ നബിമാരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വലാലത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്നറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് കിതാബൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വേദക്കാർ അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്, മക്കക്കാരെ മുശ്രിക്കുകൾ എന്നാണ് പറയുന്നത്. ഇവർക്കൊരു കിതാബും കയ്യിലില്ല, ഇവർക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അവിടുത്തെ എഴുത്തും വായനയോ ഒന്നും അറിയില്ല. അപ്പോൾ എന്താണ് ഹിദായത്ത് എന്നറിയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുക്കുകയാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വവജദക ളാല്ലൻ ഫഹദ, നീ വഴിയറിയാത്തവനായിരുന്നു, അങ്ങനെയാണ് നിന്നെ ഞാൻ കണ്ടെത്തിയത്. ഫഹദ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്ത് ചെയ്തു? നിനക്കറിയാത്ത കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് വലിയ ഹിദായത്താണ്. ഇത് എല്ലാ ആളുകൾക്കും, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. ഈ പറഞ്ഞ കാര്യം യതീം മക്കളാകട്ടെ, അവർക്ക് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വജദക യതീമൻ ഫആവ, അല്ലാഹു സുബ്ഹാനഹു അലം യജിദക യതീമൻ ഫആവ, അല്ലാഹു നിന്നെ യതീമായി കാണുകയും ഫആവ, നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യതീമായി ജനിച്ചിട്ട് അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിലൂടെ ആശ്രയം നൽകുന്നുണ്ട് അല്ലെ. യതീം മക്കളെ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങളിലൂടെ സംരക്ഷിച്ചിരിക്കുകയാണ്. യതീം മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിരവധി ആയത്തുകൾ, അതേപോലെ ഹദീസിലൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്രയം അല്ലാഹു സുബ്ഹാനഹു നൽകുന്നത്. ആരാണ് നൽകുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ്റെ നിയമത്തിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് യതീം മക്കളെ നോക്കൽ നിർബന്ധമാണ്. യതീം മക്കളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ 2 വിരലുകൾ, അവിടുത്തെ ചൂണ്ടുവിരലും അതേപോലെ തന്നെ നടുവിരലും ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും യതീം മക്കളെ നോക്കുന്നവൻ സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇതൊക്കെ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചതാണ്. അതുപോലെ തന്നെ യതീം മക്കളെ വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ
ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യതീം മക്കൾക്ക് അള്ളാഹു താല ആശ്രയം നൽകുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു താല ഈ നിലക്ക് ആശ്രയം നൽകി. അഥവാ അവിടുത്തെ പിതൃവിനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണം വരെ അല്ലെ അവിടുന്ന് പിന്നീട് കുഴപ്പമുണ്ടായിട്ട് അല്ല യജ്ദിക യതീമൻ ഫആവ എന്നത് പണ്ഡിതന്മാർ പിന്നീട് പറഞ്ഞ തഫ്സീർ. അവിടുന്ന് യതീമായി പിന്നീട് മക്കക്കാരെല്ലാം എതിരാകുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോകേണ്ട അവസ്ഥയുണ്ടായപ്പോൾ മദീന എന്ന് പറയുന്നത് തീർത്തും അന്യമായ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ആരും സഹായികളില്ലാതിരുന്നിട്ട് അൻസാരികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരത്തെ പറഞ്ഞു മക്കയിൽ വന്നവർ ബൈഅത്ത് ചെയ്തു, താങ്കൾ മദീനയിലേക്ക് വന്നാൽ ഞങ്ങൾ നോക്കിക്കൊള്ളും, താങ്കൾ ഒരാളും ഇവിടെ ആക്രമിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്രയം നൽകുകയാണ്. എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്രയം നൽകി. അതേപോലെ യതീം മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഒരുപാട് നിയമങ്ങളിലൂടെ അവർക്ക് ആശ്രയം അള്ളാഹു താല നൽകുകയാണ്. ആ നിഅമത്തുകളെ കുറിച്ച് യതീമായി ജനിക്കേണ്ടി വന്ന് പിന്നീട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് അവരത് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ രണ്ടാമത് പറഞ്ഞു വവജദക ളാല്ലൻ ഫഹദ. നമ്മളൊക്കെ ഒരു കാലത്ത് അള്ളാഹുവിന്റെ ദീന് ശരിക്കറിയാത്ത അവസ്ഥകളുണ്ടാകും നമ്മളുടെ കൂട്ടത്തിൽ പലരും നേരത്തെ തന്നെ ഹിദായത്ത് എല്ലാ നിലക്കും മനസ്സിലാക്കിയ ആളുകളായിരിക്കുകയില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഹിദായത്ത് നൽകിയ ആളുകളുണ്ട്. ഷിർക്ക് ചെയ്തിരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഖബറോട് ഖബറായി ഇങ്ങനെ ദർഗകളോട് ദർഗകളായി പോയ ആളുകളിൽ നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഹദ, അള്ളാഹുവാണ് നിനക്ക് ഹിദായത്ത് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പടപ്പുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന അവസ്ഥ നിനക്കുണ്ടാകും. അതല്ലെങ്കിൽ ഒരുപാട് മഅസിയത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ ഉണ്ടാകും. നീ ളലാലത്തിലായിരുന്നു ഇത്തരം മഅസിയത്തുകളിലൂടെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഹിദായത്ത് നൽകി. അല്ല, നീ ഏതെങ്കിലുമൊക്കെ ക്ലാസ് കേട്ടിട്ടാണ്, നീ ഏതെങ്കിലുമൊക്കെ ഖുർആൻ വചനം വായിച്ചിട്ടാണ്, അങ്ങനെയാണ് നിനക്ക് മാറ്റം ഉണ്ടായത്. ആരാണ് മാറ്റം നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനാണ് ഹിദായത്ത് നൽകുന്നത്. ഫഹദ, അള്ളാഹു തആല രണ്ട് രൂപത്തിലാണ് ഹിദായത്ത് നൽകുന്നത്. ഒന്ന് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, രണ്ട് ഹിദായത്തുൽ തൗഫീഖ്. ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ എന്നുള്ളത് ഖുർആനിലൂടെയും അതേപോലെ നബിമാരെ അയച്ചിട്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് ആളുകളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട വഴിയാണ്. നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. രണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല ആ അറിഞ്ഞ ആളുകൾക്കെല്ലാം ഹിദായത്ത് നൽകുന്നില്ല. ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കാര്യം മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു തൗഫീഖ് വേണം. അതാണ് ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരാളിൽ സമ്മേളിക്കുമ്പോഴാണ് അവൻ എല്ലാ ദലാലത്തിൽ നിന്നും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാ കാലത്തും എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾക്ക് ബാധകമാണ്. വവജദക ളാല്ലൻ ഫഹദ, നിന്നെ ദലാലത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തുകയും ഫഹദ, അല്ലാഹു തആല എന്ത് ചെയ്യുകയാണ്? ഹിദായത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്, മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വവജദക ആയിലൻ ഫഅഗ്ന, മൂന്നാമത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹം സഹോദരങ്ങളെ, വവജദക ആയിലൻ, നിനക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കണ്ടു. ആയിൽ എന്നുള്ള വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ ഫഖീർ എന്ന് തന്നെയാണ്, ദരിദ്രൻ എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത്. അവിടത്തേക്ക് അല്ലാഹു തആല ഒരിക്കലും ഫഖീർ അല്ലെങ്കിൽ മിസ്കീൻ എന്ന വാചകം ഉപയോഗിക്കുന്നില്ല. മറിച്ച് ആയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളുള്ള വ്യക്തിക്കാണ് ആയിൽ എന്ന് പറയുന്നത്. ഫലത്തൻ അവൻ ആരാണ്? ഫഖീറാണ്. അവൻ്റെ സമ്പത്ത് അവൻ്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലാവുന്നവനാണ് ആയിൽ എന്ന് പറയുന്നത്. അല്ലാഹു തആല ആ വാക്കാണ് ഉപയോഗിച്ചത്. കാരണം വിളിക്കുന്നത് അഷ്റഫുൽ ഖൽഖാൻ, പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു തആല വിളിക്കുന്നത്. വവജദക ആയിലൻ, ഒരുപാട് ആവശ്യമുള്ള, അത് ദാരിദ്ര്യമുള്ള ഒരുവനായിട്ട് നിന്നെ ഞാൻ കാണുകയും ഫഅഗ്ന, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധന്യത നൽകുകയും ചെയ്യുകയാണ്. ധന്യത ഗിനത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യത നൽകുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും വലിയ ധന്യത എന്താണ്? ഏറ്റവും വലിയ ധന്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൈസത്തിൽ ഗിന കസ്റത്തുൽ അർദ്. ഗിന എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഒരാളുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതല്ല. ഇന്നമൽ ഗിനൻ നഫ്സ്, തീർച്ചയായും ഗിന എന്ന് പറഞ്ഞാൽ മനസ്സിന് ധന്യത ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗിന എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും, കോടികൾ ഉണ്ടാകും, ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് വീടുകൾ. പക്ഷെ മനസ്സിനൊരു സമാധാനം കിട്ടുകയില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല. ആ നിലക്ക് ടെൻഷനുകളും വേവലാതികളും കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ വേറെ ഇപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അന്നേക്കുള്ള വക മാത്രം നൽകപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു പരാതിയുമില്ല, യാതൊരു പ്രയാസവുമില്ല. അവർക്ക് അങ്ങനെ ഭാവി ആലോചിച്ച് ടെൻഷനുകളില്ല. ആ രൂപത്തിൽ ബുദ്ധിമുട്ടുകളോ മാനസിക പിരിമുറുക്കങ്ങളോ അവർക്കില്ല.
അവർക്ക് ഗൈനൻ നഫ്സുണ്ട്, അവർക്ക് ധന്യത ഉണ്ട്, അവരുടെ മനസ്സിന് സമാധാനമുണ്ട്. കാരണം അള്ളാഹു താല നൽകിയതിൽ ഖനാഅത്തുണ്ട്, തൃപ്തിയുണ്ട്, എനിക്ക് ആവശ്യത്തിന് അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്ന ചിന്ത അവനുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു താല ഫഅഗ്ന, ഐശ്വര്യം നൽകി എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, ഈ ആയത്ത് വായിച്ച് നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയുടെ വലിയ രാജാവായി അങ്ങനെ ഒരുപാട് സമ്പത്തും കൊണ്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ഗിനൻ നഫ്സ് തന്നെയാണ്. അത് തന്നെയാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. അവിടുന്ന് ഒരിക്കലും ദുനിയാവ് ഒരുപാട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്ന മാനസികമായ സംതൃപ്തിയും മാനസികമായ ഐശ്വര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹു തആല ഒരുപാട് മാർഗ്ഗങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഅഗ്ന എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിലേക്ക് കൈ നീട്ടേണ്ട ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയില്ല എന്ന്. അത് ഉണ്ടാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ആടിനെ മേയിച്ച് ജീവിച്ചിരുന്നു. ഒരാളുടെ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ദീനിന്റെ നിയമങ്ങൾ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഗനീമത്തുകളും ഖുമുസുകളും ഒക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഒരു രൂപത്തിലും അവിടുന്ന് ഒരു ആശ്രിതനായി പ്രയാസപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അള്ളാഹു തആല ഉണ്ടാക്കിയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരുപാട് ആളുകൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണിത്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മൾ ചിന്തിക്കണം. വവജദക ആയിലൻ ഫഅഗ്ന, നമ്മൾ ഒരുപാട് ദരിദ്രൻ തന്നെയാണ്. നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആരും സമ്പാദ്യമായിട്ട് വന്നിട്ടില്ല. ഭൂമിയിലേക്ക് വരുമ്പോൾ ആരും ഈ പറയുന്ന അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഫഅഗ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ധന്യത നൽകിയിട്ടുണ്ട്. അപ്പം ആ ധന്യത ലഭിച്ചിട്ടുള്ള ആളുകൾ എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ നന്ദിയുള്ള ആളുകളായി തീരണം. കൂടുതൽ നന്ദി അവർക്ക് എപ്പോഴും ഉണ്ടാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം അവൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ നേടിയതല്ല. ഫഅഗ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ളതാണ്, അള്ളാഹുവാണ് ഐശ്വര്യം നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം സഹോദരങ്ങളെ, ഈ ആയത്തുമായി വളരെ കൃത്യമായി ബന്ധമുള്ള കാര്യമാണ് ശേഷം പറയുന്നത്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഒരു അനാഥനായി കാണുകയും നിനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആശ്രിതന്മാരെ നിശ്ചയിച്ചു തരികയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഒരു യതീമായി കണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ആശ്രിതന്മാരെ നിയമിച്ചു തന്നു. നീ ഹിദായത്തിലായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഹിദായത്ത് നൽകി. അതേപോലെ തന്നെ നിന്നെ ദരിദ്രനായി കാണുകയും എന്നിട്ട് നിനക്ക് ഐശ്വര്യം നൽകുകയും ചെയ്തു. ശേഷമുള്ള ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നീ എങ്ങനെയുള്ളവനായിരിക്കണം? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, എന്നിരിക്കെ നീ അനാഥയെ അടിച്ചമർത്താൻ പാടില്ല. കാരണം നീ ഒരു അനാഥനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിനക്ക് വലിയ രൂപത്തിലുള്ള അനാഥർക്ക് ലഭിക്കേണ്ട സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനാഥരെ നീ ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല എന്ന വിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, എന്നിരിക്കെ നീ അനാഥയെ അടിച്ചമർത്താൻ പാടില്ല എന്നുള്ളതാണ്. നാം പറഞ്ഞു തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വവജദക അലം യജിദക യതീമൻ ഫആവ, നീ ഒരു യതീമായിരുന്നു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആശ്രയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമുകളെ നീ അടിച്ചമർത്താൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് എല്ലാ ആളുകൾക്കുമുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള നിയമം തന്നെയാണിത്. യതീം മക്കളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. യതീം മക്കളെ പരിഗണിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വലിയ ബാധ്യതയാണ്. മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ ഇതിന് തഫ്സീർ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഐ ലാ തുസിഅ മുആമലത്തൽ യതീം, യതീമിനോടുള്ള പെരുമാറ്റം അത് നീ മോശാക്കാൻ പാടില്ല. വലാ യളിഖ് സദ്റുക അലൈഹി, ഒരു യതീമുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരു യതീമിനെ നോക്കണം എന്ന വിഷയത്തിൽ നിനക്കൊരു മനപ്രയാസം, ഒരു ഹൃദയ വിശാലത ഇല്ലായ്മ നിനക്കതുണ്ടാകാൻ പാടില്ല. വലാ തൻഹറുഹു, അവനെ നീ കയർത്തുകൊണ്ട് സംസാരിക്കുന്ന രീതി, പരുഷമായി പെരുമാറുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവനൊരു ദുർബലനാണ്, അവന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന കാരണത്താൽ അവനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവനോട് പെരുമാറുക എന്നുള്ളത് ഒരിക്കലും നിനക്കുണ്ടാകാൻ പാടില്ല. ബൽ അക്രിം ഹുവ അതിഹി മാ തയസ്സർ, നീ അവനെ നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ കൊടുക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുക. വസ്ന ബിമാ കമാ തുഹിബ്ബു അൻ യസ്ന ബിവലദിക മിൻ ബഅദിക, നീ എങ്ങാനും മരണപ്പെട്ടുപോയി നിന്റെ ചെറിയ കുട്ടി അനാഥയായിരുന്നെങ്കിൽ അവനോട് ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ പെരുമാറണം. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. മഹാനായ ഖതാദ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, നീ ഒരു അനാഥനോട് പെരുമാറേണ്ടത് ഒരു കാരുണ്യമുള്ളൊരു ഉപ്പ മകനോട് എങ്ങനെ പെരുമാറുന്നുവോ അതേപോലെ തന്നെയാണ്. ഒരു അന്യനായിട്ടല്ല പെരുമാറേണ്ടത്. ഒരു കാരുണ്യമുള്ള ഉപ്പ തൻ്റെ മോനെങ്ങനെ വാത്സല്യത്തോടു കൂടി എങ്ങനെയാണ്
അവനോട് നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്, അതേപോലെ കൊടുക്കണം. നിങ്ങൾക്ക് കഴിവുള്ള അതിനനുസരിച്ചിട്ട്. അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾക്ക് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് വലിയ കുടുസത, അതല്ലെങ്കിൽ അത് ഹൃദയ കാഠിന്യം ഉണ്ടായപ്പോൾ അതിന് പരിഹാരമായി പറഞ്ഞത് ഈ യതീം മക്കളെ പോയി തലോടാനാണ് പറഞ്ഞത്. യതീം മക്കളെ പോയി തലോടുക. അവർക്കാരും ഇതേപോലെ തലോടാൻ ആളില്ല, ഒരു ഉപ്പയില്ല, നോക്കാൻ ആളില്ല, അങ്ങനെ ആശ്രിതരാണ്. അപ്പം അവരോട് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിന് പകരം അവരോട് കയർത്ത് സംസാരിക്കുക എന്ന് പറയാൻ തീരെ പാടില്ല. വമ്മൽ യതീമ ഫലാ തഖ്ഹർ, അവരോട് ഒരിക്കലും അടിച്ചമർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമോ സംസാരമോ ഒരിക്കലും പാടില്ല. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ സമ്പത്തും അന്യായമായി ഭുജിക്കുന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ ഉണ്ട്. വൻ പാപത്തിൽപ്പെട്ടതാണ് അനാഥകൾക്കുള്ള സമ്പത്ത്. അവർക്ക് നോക്കാൻ അറിയുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെ കൈക്കലാക്കുക, അത് മോഷ്ടിക്കുക, അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിനോടൊപ്പം കൂടിക്കലർത്തിയിട്ട് അവസാനം അവർക്ക് മോശപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുക, ഇതൊക്കെ വളരെ ഗുരുതരമായ പാപമായി ദീൻ ഇസ്ലാമിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യതീം മക്കളുടെ കാര്യത്തിൽ വളരെ ഗൗരവമായി നമ്മൾ പെരുമാറേണ്ടതുണ്ട്. പണ്ഡിതന്മാരോട് പറയുന്നത്, ഇവിടെ യതീം മക്കൾ മാത്രമല്ല ഉൾപ്പെടുക, ഇതേപോലെ ദുർബല അവസ്ഥയിൽ ഉണ്ടാകുന്ന ചിലരുണ്ടാകും. അത് യതീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനത്തിൽ 15 വയസ്സ് മുമ്പ് ഉപ്പ മരണപ്പെട്ട ഒരാൾക്കാണ് യതീം എന്ന് പറയുന്നത്. ശേഷം മരണപ്പെട്ട യതീം എന്ന് പറയില്ല. പക്ഷെ അതേ അവസ്ഥയിൽ കഴിയുന്ന ചില ആളുകൾ ഉണ്ടായേക്കും. ഉപ്പ പേരിനുണ്ടാകും, പക്ഷെ നോക്കാൻ ആളുണ്ടാവില്ല. ഉപ്പ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകും. യതീമാണെന്ന് വെച്ചാൽ യതീമല്ല, ഉപ്പ ഉണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്, പക്ഷെ ചെലവിന് കൊടുക്കൂല, നോക്കൂല. അപ്പം ഈ രൂപത്തിലുള്ള ആളുകൾക്കും എന്തിൻ്റെ അവസ്ഥയാണ്? അത് ഈ യതീം മക്കളെ പരിഗണിക്കുന്നത് പോലെ പരിഗണിച്ചാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. പിന്നീട് പറഞ്ഞത് എന്താണ്? വഅമ്മ സാഇല ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ഈ ചോദിച്ചു വരുന്നവനെ കുറിച്ച്, ആരാണ് ചോദിച്ചു വരുന്നവൻ? പണ്ഡിതന്മാർ പറയുന്നു, ചോദിച്ചു വരുന്നവർ 2 രൂപത്തിലൂടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, അവർ സായിലുൽ ഇൽമാണ്, അത് താലിബുൽ ഇൽം അന്വേഷിച്ചു വരുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. രണ്ടാമത്തേത് സാധാരണ സായിലുൽ മാൽ, സമ്പത്ത് ചോദിച്ചു വരുന്ന ആളുകൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളുകൾ ദീൻ അന്വേഷിച്ച് ദീൻ പഠിക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ വിരട്ടി വിടാൻ പാടില്ല എന്നാണ്. അഥവാ ഇത് ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്കുള്ള നസീഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഥവാ ദീൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം അവരുടെ മുന്നിലേക്ക് വരുന്ന ആളുകളോട് പെരുമാറേണ്ടത്, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടത് എന്നതിന് വലിയ സൂചന ഇതിലുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം അവർ അങ്ങേയറ്റം റഹീമുകളായിരിക്കണം, കാരുണ്യത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. കാരണം അവർ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതല്ല. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മതവിധി ചോദിച്ചു വന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഇന്നതിൻ്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചു വന്നതാണ്. അതിനുവേണ്ടി പഠിക്കാൻ വന്ന ഇളം മക്കളായിരിക്കാം. അപ്പം അവരോട് ഏറ്റവും നല്ല വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറണം. അവരെ എന്താക്കാൻ പാടില്ല? അള്ളാഹു തആല പറഞ്ഞതുപോലെ ഫലാ തൻഹർ, വിരട്ടാൻ പാടില്ല. ആ രൂപത്തിൽ അവർക്ക് ദീനിനോട് തന്നെ വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ദീൻ പഠിപ്പിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് ഏവർക്കും ബാധകമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരെയും അവരുടെ അറിവില്ലായ്മ അനുസരിച്ചിട്ട് എല്ലാവരും പണ്ഡിതനായിക്കൊള്ളുന്നില്ല. നമ്മളെക്കാളും അറിവില്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുന്നുണ്ടാകും. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ ആട്ടി അകറ്റുന്ന രൂപത്തിലൊന്നും ഒരിക്കലും അവരോട് പെരുമാറാൻ പാടില്ല എന്നാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, അത് സമ്പത്ത് ചോദിച്ചു വരുന്ന ആളുകളാണ്. ദീനുൽ ഇസ്ലാം യാചനയെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. യാചന എന്ന് പറയുന്ന, ഒരാൾക്ക് സമ്പത്ത് ഉണ്ടായിട്ടും അയാൾ യാചിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ പാപമായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ചോദിക്കണമെങ്കിൽ അവനൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആരോഗ്യവുമില്ല, സമ്പാദിക്കാനുള്ള കഴിവുമില്ല. അങ്ങനെ പ്രയാസമുള്ള ഒരുവനാണ് ചോദിക്കാൻ ദീനുൽ ഇസ്ലാമിന് അനുവാദം നൽകുന്നുള്ളൂ. ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, സമ്പാദിക്കാനുള്ള അവസരമുണ്ട്, എന്നിട്ടും ഒരാൾ സമ്പാദിക്കാതെ ജനങ്ങളോട് ചോദിക്കുക എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. എങ്കിലും ഒരാൾ നമ്മോട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കതിനോടൊരു മര്യാദയുണ്ട്. ഒരാൾ നമ്മോട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിരട്ടി വിടാൻ പാടില്ല. നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിലില്ല, അതല്ലെങ്കിൽ ഈ ചോദിച്ചു വരുന്നവൻ അർഹനല്ല, അവൻ അന്യായമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പോലും വിരട്ടി വിടേണ്ടതില്ല. കാരണം ഈ ആയത്തിൽ അത് നേരെ പറഞ്ഞിട്ടുള്ളൂ, വഅമ്മ സാഇല ഫലാ തൻഹർ, അവനോട് വിരട്ടി വിടാൻ നീ പാടില്ല. മാന്യമായി അവനെ പറഞ്ഞു മനസ്സിലാക്കുക. ഒന്നുകിൽ നിനക്ക് നസീഹത്ത് കൊടുക്കാവുന്നതാണ്. പണ്ഡിതന്മാർ പറയാൻ, അവൻ അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് ഭുജിക്കാൻ ഇറങ്ങിയ ഒരുവനാണെങ്കിൽ ദീനുൽ ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് മാന്യമായി അവന് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ നിലക്ക് മാന്യമായി അവനോട് എന്ത് ചെയ്യാം? ഖൗലുൻ മഅറൂഫ്, നല്ല വാക്ക് പറഞ്ഞ് ഒഴിവാക്കുക. ഇപ്പം ഇല്ല, ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ നൽകാം. ആ രൂപത്തിൽ ആശ്വാസവാക്കുകൾ നമ്മൾ പറയുകയും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നീട് നൽകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അതല്ലാതെ ഒരിക്കലും ആട്ടിവിടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്ക്, ഈ ചോദ്യകർത്താവിനെ പോലെ അല്ലാതെ നിനക്ക് അള്ളാഹു തആല നിന്നെ ധന്യനാക്കിയിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ധന്യനായിക്കൊണ്ട് വവജദക ആയിലൻ ഫഅഗ്ന തൊട്ടുമ്പിൽ പറഞ്ഞതാണ്. നീയും ദരിദ്രനായിരുന്നു, അള്ളാഹുവാണ് നിന്നെ ഐശ്വര്യമുള്ളവനാക്കിയത്, സമ്പത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെ വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവൻ നീ വിരട്ടി വിടാൻ പാടില്ല, അവനെ പരിഗണിക്കണം, ഉണ്ടെങ്കിൽ കൊടുക്കണം. ആവശ്യക്കാരനാണെങ്കിൽ, സക്കാത്തിന് അർഹനാണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്താൽ പോരാ. അവന് സാധിക്കുന്ന രൂപത്തിൽ സക്കാത്തിൻ്റെ എത്രയാണ് ആവശ്യമുള്ളത് അത്ര അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ നമ്മൾ കൊടുക്കണം. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അവസാനമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മളത് ആളുകളോട് പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ മൂടി വെച്ച് ഒന്നുമില്ലാത്തവനെ പോലെ നടക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ അതൊരിക്കലും ഒരു ഫഖ്റിൻ്റെ രീതിയിലാകാൻ പാടില്ല. അത് അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ താൻ പോരിമ പറയുന്നതിന് വേണ്ടിയിട്ടോ എൻ്റെ സമ്പത്തിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ജീവിക്കാവുന്നതാണ്, അതനുസരിച്ച് കൊണ്ട് നമുക്ക് പെരുമാറാവുന്നതാണ്. അള്ളാഹു തആല നൽകിയ നിഅമത്തുകളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനായിക്കൊണ്ടേയിരിക്കുക. ഞാൻ നേടിയത് ഞാൻ എന്ന് പറയുന്നവർ മിക്കവാറും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെക്കുറിച്ച് പറയുന്നതിനപ്പുറം തൻ്റെ കഴിവിനെക്കുറിച്ച് പുകഴ്ത്തുന്ന ആളുകളായിരിക്കും. അങ്ങനെ ആകാൻ പാടില്ല. എത്ര വലിയ ദർജയിലെത്തിയാലും അള്ളാഹുവാണ് ഇത് നൽകിയതെന്ന് പറയാനുള്ള നാവ് നമുക്കുണ്ടാകണം. അള്ളാഹു നൽകിയതാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ എപ്പോഴും എടുത്തു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വ്യക്തി അയാൾ ധനികനായിരുന്നു, അയാൾ നല്ല വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഉപദേശിക്കുകയുണ്ടായി, അള്ളാഹു നിനക്ക് നിഅമത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നീ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അതാണ് നിനക്ക് യോജിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ചില ആളുകൾ കാണാൻ സാധിക്കും, അള്ളാഹു തആല എത്ര വലിയ സമ്പത്ത് നൽകിയാലും അവർ പരമദരിദ്രരെ പോലെ നടക്കും. ഒരുപക്ഷെ അവൻ്റെ ഉദ്ദേശം അവനോട് ആരും ചോദിക്കാൻ പാടില്ല, അവനൊരു സമ്പത്ത് ഉള്ളവനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് അവനോട് ചോദിച്ചേക്കും. അതുകൊണ്ട് ആരും ആ നിലക്ക് അവനോട് ചോദിക്കാനൊന്നും ചെയ്യാനൊന്നും പാടില്ല. അതല്ലാതെ വിനയത്തിന് വേണ്ടിയോ ഭൗതിക വ്യക്തിക്ക് വേണ്ടിയോ ഒന്നുമല്ല. മറിച്ച് അള്ളാഹു അവന് സമ്പത്ത് നൽകിയിട്ടുണ്ട് എന്ന് 4 ആൾ അറിഞ്ഞാൽ പിന്നെ ചോദ്യക്കാർ വരും. ആ ചോദ്യം അവന് ഇഷ്ടപ്പെടുന്നില്ല, സമ്പത്ത് ഒരാൾക്കും കൊടുക്കുകയില്ല എന്ന അവസ്ഥ സഹോദരങ്ങളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവൻ്റെ നല്ല വസ്ത്രങ്ങളോ നല്ല രീതിയിലുള്ള ജീവിതമോ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടതില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ പ്രകടമാക്കാം. അത് അഹങ്കാരം ഉദ്ദേശിക്കാതെ ദുരഭിമാനിയാകാതെ അത് പ്രകടമാക്കാം എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഈ സൂറത്ത് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, ഈ സൂറത്ത് ഇത് മക്ക കാലഘട്ടത്തിലാണ് ഇറങ്ങുന്നത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷ വാർത്തയാണ്. കാരണം ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങളിൽ പലരും ആശ്രിതരും ദരിദ്രരുമൊക്കെയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ വലിയ സഹായങ്ങളൊക്കെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ളൊരു ബിശാറത്താണ്, സന്തോഷ വാർത്തയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നത് നൽകുമെന്നുള്ള സന്തോഷ വാർത്തയാണ്. അതവർക്ക് ലഭിക്കുകയും ചെയ്തു. അള്ളാഹു അവൻ്റെ വാഗ്ദാനം അത് പാലിക്കുകയും നമുക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. വഅല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.